നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് അയ്യർപ്പാടി നെടുങ്കന്ത്ര കോളനിയിലെ 52 വയസ്സുള്ള രവി. തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അതിരപ്പിള്ളി വനത്തിൽ കാണാതായ ആദിവാസി വയോധികയ്ക്കായി തിരച്ചിൽ ഊർജിതം. കഞ്ചിക്കോട് ഉമ്മിണിക്കുളത്ത് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ പ്രതിഷേധ സമരം പാലക്കാട് ജില്ലയിൽ ശക്തം. പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ചയും ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആർക്കു വേണ്ടിയെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കണമെന്ന് സമരസമിതി. തൃശൂർ കോർപ്പറേഷൻ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം അശാസ്ത്രീയമെന്ന് പരാതി. ഈച്ചശല്യം മൂലം പൊറുതിമുട്ടി പ്രദേശവാസികൾ. കുരിയച്ചിറയിൽ മനുഷ്യച്ചങ്ങല തീർത്ത നാട്ടുകാരുടെ പ്രതിഷേധം. വാർത്തകൾ വിശദമായി. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. വാൽപ്പാറ അയ്യർപ്പാടി നെടുങ്കന്ത്ര കോളനിയിലെ 52 വയസ്സുള്ള രവിയാണ് കൊല്ലപ്പെട്ടത്. വാൽപ്പാറയിൽ തേൻവിറ്റ് ബൈക്കിൽ സുഹൃത്തിനൊപ്പം രാത്രി കോളനിയിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം. സംഭവസ്ഥലത്ത് വെച്ച് തന്നെ രവി മരിച്ചു. വാൽപ്പാറ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. അതിരപ്പിള്ളി വനത്തിൽ കാണാതായ ആദിവാസി വയോധികയ്ക്കായി വ്യാഴാഴ്ചയും തിരച്ചിൽ ഊർജിതം. കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള തിരച്ചിൽ നടന്നിരുന്നു. വാച്ചുമരം കോളനി നിവാസിയായ 70-കാരി അമ്മിണിയെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് വനത്തിനുള്ളിൽ കാണാതായത്. അമ്മിണിക്കായുള്ള തിരച്ചിൽ 4ാം ദിവസവും തുടരുകയാണ്. തിങ്കളാഴ്ച വാച്ചുമരം കോളനിയിൽ നിന്നും വിറകു ശേഖരിക്കാൻ പോയ ശേഷം മടങ്ങി വന്ന അമ്മിണി വൈകുന്നേരത്തോടെ മറന്നുവെച്ച കോടാലിയെടുക്കാൻ വീണ്ടും വനത്തിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അമ്മിണി മടങ്ങി വരാത്തതിനെ തുടർന്ന് നാട്ടുകാരും പോലീസും വനം വകുപ്പും ചേർന്ന് വനത്തിനുള്ളിൽ തിരച്ചിൽ ആരംഭിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശം കൂടിയാണിത്. മാസങ്ങൾ മുൻപാണ് വനത്തിനുള്ളിൽ വെച്ച് വാച്ചുമരം കോളനിയിലെ ഊരുമൂപ്പന്റെ ഭാര്യയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത കൂടെ കണക്കിലെടുത്താണ് വയോധികയ്ക്കായി തിരച്ചിൽ നടക്കുന്നത്. ഇന്നലെ വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ച് വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തിയിരുന്നു. എന്നിട്ടും കണ്ടെത്താനാവാത്തതിനെ തുടർന്നാണ് 4ാം ദിനമായ ഇന്നും ദൗത്യം തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം താനൂർ സ്വദേശി 25 വയസ്സുള്ള യഹിയാണ് ഇന്നലെ വൈകിട്ടോടെ കാണാതായത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ MSc ബോട്ടണി വിദ്യാർത്ഥിയാണ് യഹിയ. സുഹൃത്തുക്കൾക്കൊപ്പം വെള്ളത്തിലിറങ്ങിയ യഹിയയെ കാണാതാകുകയായിരുന്നു. പീച്ചി വനഗവേഷണ കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിന് എത്തിയതായിരുന്നു യഹിയ. അപകടത്തിന് പിന്നാലെ തൃശൂർ അഗ്നിരക്ഷാസേന എത്തി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. എന്നാൽ വെളിച്ചക്കുറവും ചെളിയും കാരണം ഇന്നലെ രാത്രി തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെ 7:30യോടെയാണ് സ്കൂബ ടീം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് തിരച്ചിൽ പുനരാരംഭിച്ചത്. കാണാതായതിന് സമീപത്ത് നിന്ന് തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയത്. മന്ത്രി കെ രാജൻ, തൃശൂർ സിറ്റി ACP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കഞ്ചിക്കോട് ഉമ്മിണിക്കുളം വാട്ടർ ടാങ്കിന് സമീപത്തുനിന്ന് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസും വനം വകുപ്പും സ്ഥലത്ത് പരിശോധന നടത്തി. ഉമ്മിണിക്കുളത്ത് റെയിൽവേ ട്രാക്കിൽ നിന്ന് 500 മീറ്റർ മാറി വനമേഖലയോട് ചേർന്നാണ് അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിറക് ശേഖരിക്കാൻ പോയ പ്രദേശവാസിയാണ് ബുധനാഴ്ച രാവിലെ അവശിഷ്ടം ആദ്യമായി കണ്ടത്. വിവരമറിഞ്ഞ പ്രദേശവാസികൾ കസബ പോലീസിൽ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മനുഷ്യ ശരീരമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധമാണ് അവശിഷ്ടങ്ങളെന്നും വന്യമൃഗങ്ങളുടെ ആക്രമണമേറ്റാണ് മരണം സംഭവിച്ചതെന്നും ഫോറൻസിക് വിഭാഗം പരിശോധനയിൽ കണ്ടെത്തി. ഇടയ്ക്ക് കാട്ടുതീയുണ്ടായതാവാം മൃതദേഹം കത്തിക്കരിയാൻ കാരണമായതെന്നും പോലീസ് പറഞ്ഞു. വസ്തുതകൾ എന്തെന്നറിയാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. പരാതി എന്ന് വെച്ചാൽ വിളിച്ചു പറയുക ചെയ്ത് എന്നെ പോലെ ഡ്രസ് കോഡുകളും മറ്റേ അവശിഷ്ടങ്ങളും കിടക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മളത് പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് വരികയും പോലീസ് വന്ന് അത് പരിശോധന നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സ്റ്റഡ് എല്ല് കഷ്ണങ്ങൾ കിട്ടിയെന്നാണ് പറയുണ്ടായി. അത് ഫോറൻസിക് വിഭാഗം ചെക്ക് ചെയ്ത ശേഷമേ എന്താണ് എന്നുള്ളത് വ്യക്തത വരുന്നതാണ് പോലീസിൻ്റെ നിഗമനം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം ശക്തം. സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ചയും ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടന്നില്ല. സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ മലമ്പുഴ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഹരിസൂൺ നായർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 4 ദിവസങ്ങളായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സമരത്തിലാണെങ്കിലും ചർച്ചയ്ക്ക് സർക്കാരോ ഗതാഗത വകുപ്പോ തയ്യാറായിട്ടില്ല.
സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 5ാം ദിനത്തിൽ കുത്തുപാളക്കഞ്ഞി സമരം സംഘടിപ്പിച്ചാണ് പ്രതിഷേധം അറിയിച്ചത്. നിലവിലെ നിർദ്ദേശമനുസരിച്ച് അപേക്ഷിച്ചവർക്ക് ലൈസൻസ് ലഭിക്കാൻ വർഷങ്ങൾ വേണ്ടിവരും. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കാര്യക്ഷമമായാണ് കേരളത്തിൽ റോഡ് ടെസ്റ്റും ഗ്രൗണ്ട് ടെസ്റ്റും നടത്തുന്നത്. മികച്ച സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആർക്കു വേണ്ടിയെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ കോർപ്പറേഷൻ ജൈവ മാലിന്യ പ്ലാന്റിന്റെ അശാസ്ത്രീയ നടത്തിപ്പിനെതിരെ മനുഷ്യച്ചങ്ങല തീർത്ത് കുരിയച്ചിറ നിവാസികൾ. ഈച്ചശല്യം മൂലം പൊറുതിമുട്ടിയ ജനങ്ങളാണ് സമരവുമായി തെരുവിൽ ഇറങ്ങിയത്. ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയ പ്രവർത്തനമാണ് ഈച്ചകൾ പെരുകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഈച്ച ഫാക്ടറിയിലേക്ക് സ്വാഗതം. കുരിയച്ചിറയിലെ ജനങ്ങൾ റോഡിൽ സ്ഥാപിച്ച ബോർഡ് ഇങ്ങനെയാണ്: ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ അശാസ്ത്രീയമായ നടത്തിപ്പ് കാരണം ദുരിതമനുഭവിക്കുന്നത് നിരവധി ജനങ്ങളാണ്. ഈച്ചശല്യം രൂക്ഷമായതിനെ തുടർന്ന് അധികാരികൾക്ക് പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാവാത്തതിനെ തുടർന്നാണ് പ്രത്യക്ഷ സമരവുമായി ജനങ്ങൾ ഇറങ്ങിയത്. കുരിയച്ചിറയിലെ 100 കണക്കിന് ജനങ്ങൾ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു. വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുവാനോ വീട് തുറന്നിടുവാനോ പറ്റാത്ത അവസ്ഥയാണെന്ന് ജനങ്ങൾ പറയുന്നു. ഭയങ്കര ഈച്ചശല്യ, ഭക്ഷണത്തിലും അടക്കളയിലും ഒക്കെ. ഞങ്ങൾ കറണ്ടിന്റെ പെട്ടി വെച്ചിട്ടും ഷീറ്റ് വെച്ചിട്ടൊക്കെ ഈച്ചകളെ കൊല്ലണേന് കണക്കില്ല. മാസങ്ങളായി ഈച്ചയുടെ ഭയങ്കര ശല്യം. ഈച്ചയുടെ ഭയങ്കര ശല്യമാണ്. ഞങ്ങൾ ഷീറ്റൊക്കെ പിടിച്ച് ഡൈനിങ് ടേബിൾ വെക്കും. പക്ഷേ അതുമ്മ വന്നിരുന്നാലും വെച്ച ഭക്ഷണം, വിളമ്പി വെച്ച ഭക്ഷണം നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മുടെ മുഖത്തും തലയിലും ചെവിയിലും ഒക്കെ വരും ഈച്ച. ഒക്കെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ആട്ടി ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കിൽ. ടോയ്ലറ്റിൽ പോയാലും അതെ, മേത്തൊക്കെ പുതയും. ഇനി രാത്രി ആയാലും ബെഡിലൊക്കെ വന്നിറങ്ങുന്നുണ്ടാവും ഈച്ച. രാത്രി ചെവിയിൽ പഞ്ഞൊക്കെ വെച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. ഞാൻ കയറി പോയാലെന്ന് വിചാരിച്ചിട്ട് അത്രയ്ക്ക് ശല്യമുണ്ട് ഈച്ചയുടെ. കുരിയച്ചിറയിൽ തന്നെ പ്രവർത്തിക്കുന്ന അറവുശാലയ്ക്കെതിരെയും വർഷങ്ങൾക്ക് മുൻപ് ജനങ്ങൾ സമരം സംഘടിപ്പിച്ചിരുന്നു. കുരിയച്ചിറ സെന്ററിൽ നടന്ന മനുഷ്യച്ചങ്ങലയ്ക്ക് ശേഷം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു. ഒന്നുകിൽ ജൈവമാലിന്യ പ്ലാന്റ് അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ മാലിന്യം സംസ്കരിക്കുക എന്ന ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. അധികാരികൾ ഇനിയും കണ്ണു തുറന്നില്ലെങ്കിൽ മേയറെ തെരുവിൽ തടയേണ്ടി വരുമെന്നും സമരം ശക്തമാക്കുമെന്നും ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആരോഗ്യരംഗത്ത് വർദ്ധിച്ചുവരുന്ന അനാരോഗ്യ പ്രവണതകൾ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിദ്യ പാലക്കാട്ട് സംഘടിപ്പിച്ച ലോക നഴ്സസ് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. രോഗികളെ പരിചരിക്കുന്നവരുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. ആരോഗ്യരംഗത്തെ സംരക്ഷണത്തിന് സമൂഹവും ആരോഗ്യ പ്രവർത്തകരും തമ്മിലുള്ള ആരോഗ്യകരമായ ബന്ധം അനിവാര്യമാണെന്നും ഡോക്ടർ വിദ്യ പറഞ്ഞു. ചടങ്ങിൽ MCH ഓഫീസർ പാർവതി അധ്യക്ഷയായി. ADM ബൈജു മുഖ്യ അതിഥിയായി. DPH ഇൻചാർജ് മിനി, ഡോക്ടർ കാവ്യ കരുണാകരൻ, RCH ഓഫീസർ ഡോക്ടർ അനിത, TD അനിൽകുമാർ, അംജദ് ഖാൻ, സുരേഷ്, ഡോക്ടർ ഗീതു മരിയ ജോസ്, N ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. വിരമിച്ചവർക്ക് യാത്രയപ്പും കലാസാംസ്കാരിക പരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന പാതയിൽ മങ്കര ചവിട്ടിലത്തോടിന് സമീപം കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരന് പരിക്കേറ്റു. പുലാപ്പറ്റ സ്വദേശി അജീഷിനാണ് പരിക്കേറ്റത്. കാറിലുണ്ടായിരുന്ന 4 പേർക്ക് നിസ്സാര പരിക്കുകളുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു അപകടം. SSLC പരീക്ഷയിൽ 100% വിജയം കരസ്ഥമാക്കി പത്തിരിപ്പാല സർക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. മികച്ച വിജയം നേടിയ വിദ്യാലയങ്ങളിൽ പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 1ാം സ്ഥാനത്താണ് പത്തിരിപ്പാല GVHSS. പറളി സബ് ജില്ലയിലും പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലും പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിച്ച വിദ്യാലയമെന്ന നേട്ടവും GVHS പത്തിരിപ്പാലയ്ക്ക് സ്വന്തമായി. കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരു കുട്ടിയെങ്കിലും തോൽക്കാറുണ്ടായിരുന്നു. എന്നാൽ അധ്യാപകരുടെയും PTA SMC ഭാരവാഹികളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ പരീക്ഷ എഴുതിയ 480 കുട്ടികളെയും വിജയത്തിലെത്തിച്ച് ചരിത്ര നേട്ടം കൊയ്യാൻ കഴിഞ്ഞു എന്നത് അഭിമാനാർഹമാണെന്നും ഇത് നാടിന്റെ വിജയമാണെന്നും ഇത് കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമാണെന്നും PTA പ്രസിഡന്റ് M ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി 100% വിജയം നേടിയിട്ടുള്ള പട്ടികയിൽ 1ാമതാണ് നമ്മുടെ പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂൾ. മാത്രമല്ല സബ് ജില്ലയിൽ പറളി സബ് ജില്ലയിലും ഇത്തരം 100% വിജയം നേടുന്ന ഏക വിദ്യാലയം കൂടിയാണ് നമ്മുടെ പത്തിരിപ്പാല ഹൈസ്കൂൾ. 31 ഫുൾ A+ നേടിയിട്ടുണ്ട്.
ഇതന്നെ നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ കൂടുതൽ കാര്യശക്തികളോട് പ്രവർത്തിക്കുന്ന സ്കൂൾ നിലയ്ക്ക് നമ്മുടെ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു നേട്ടമാണ് ഈ SSLCയുടെ നമുക്ക് റിസൾട്ട് നമുക്ക്. സ്കൂളിലെ 31ഓളം വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങളിലും A+ നേടി. നിരന്തരം ക്ലാസുകൾ വെച്ചും അധ്യാപകരുടെയും PTIയുടെയും SMCയുടെയും MPTIയുടെയും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ് സ്കൂളിനെ മികച്ച വിജയത്തിൽ എത്തിച്ചതെന്ന് പ്രധാനാധ്യാപിക അനിത പറഞ്ഞു. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ടീച്ചേഴ്സ്, PTA, SMC ചെയർമാൻ ഉൾപ്പെടെ SMC ഉൾപ്പെടെ നമുക്ക് ഞായറാഴ്ച ഉൾപ്പെടെയുള്ള ക്ലാസ്സുകൾ വൈകുന്നേരം വരെ കൊടുത്തുകൊണ്ട് ഒരവധി ദിവസം പോലും നമ്മൾ ടീച്ചർമാരും കുട്ടികളും ഒത്തൊരുമിച്ച് പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ഒരു വിജയം നേടാനായത്. എന്തായാലും ഇത്രയും വർഷം നമുക്ക് ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടിയുടെ പരാജയം മൂലം നമുക്ക് 100% നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് അഭിമാനാർഹമായ നേട്ടം ഇക്കൊല്ലം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ 6ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനം വെള്ളിയാഴ്ച ലക്കിടിയിൽ നടക്കും. സിനിമാ താരവും AINF ദേശീയ പ്രസിഡന്റുമായ സന്തോഷ് കെ നായർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടനാ നേതാക്കൾ ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റീവ് അഫയേഴ്സിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് നിധി കമ്പനികളെന്ന് സംഘാടകർ പറഞ്ഞു. കേരളത്തിൽ 1200-ൽ പരം കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. 2014 മുതൽ പ്രവർത്തിക്കുന്ന നിധി കമ്പനികൾ സാധാരണക്കാരുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യം വെച്ചാണ് മുന്നോട്ടു പോകുന്നത്. 2018-ൽ ഇത്തരം കമ്പനികളുടെ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ എന്നതാണ് സംഘടനയുടെ പേര്. സംഘടനയുടെ 6ാമത് സംസ്ഥാന പ്രതിനിധി സമ്മേളനമാണ് 10-ന് ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുക. പ്രശസ്ത സിനിമാ താരവും AINF ദേശീയ പ്രസിഡന്റുമായ സന്തോഷ് കെ നായർ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ AINF ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന നിധി കമ്പനികളുടെ ഇന്ത്യയിലെ ഒരു കൂട്ടായ്മയാണ് ഓൾ ഇന്ത്യ നിധി ഫൗണ്ടേഷൻ. അതിൻ്റെ കേരള ഘടകത്തിൻ്റെ സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം ലക്കിടി യുണൈറ്റഡ് കൺവെൻഷൻ സെൻറ്ററിൽ നാളെ നടക്കുകയാണ്. ആ സംഘടനയുടെ 6ാമത്തെ സംസ്ഥാന സമ്മേളനം ആണ് നാളെ നടക്കുന്നത്. ആ സംസ്ഥാന സമ്മേളനം അതിൽ ഉദ്ഘാടനം ചെയ്യുന്നത് AINFൻ്റെ ദേശീയ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ സന്തോഷ് കെ നായർ, പ്രശസ്ത സിനിമാ നടനും അതുപോലെ തന്നെ ഈ നിധി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ദേശീയ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ AINF ദേശീയ സെക്രട്ടറി KU ഷാജി, പാലക്കാട് ജില്ലാ പ്രസിഡന്റ് KK ചന്ദ്രൻ, സെക്രട്ടറി നാരായണൻകുട്ടി, ജില്ലാ കോർഡിനേറ്റർ V ജയദേവൻ, CK ശിവദാസൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കേരളത്തിലെ വൈദ്യുതി മേഖലയുടെ പ്രതിസന്ധികൾ തിരിച്ചറിഞ്ഞുള്ള പ്രതിവിധിയാണ് നടപ്പാക്കേണ്ടതെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് KR മോഹൻദാസ് പാലക്കാട്ട് KEWF ഡിവിഷൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KR മോഹൻദാസ്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയത്തിന്റെ തെറ്റായ നയങ്ങളാണ് വൈദ്യുതി മേഖലയിലെ പ്രതിസന്ധികൾക്ക് ഇടയാക്കിയതെന്നും KR മോഹൻദാസ് ചൂണ്ടിക്കാട്ടി. ഉൽപാദനം, പ്രസരണം, വിതരണം തുടങ്ങിയ മേഖലകളിൽ കാലോചിതമായ പരിഷ്കാരം ആവശ്യമാണ്. KSEBയിലെ ജീവനക്കാരും മുമ്പെങ്ങുമില്ലാത്ത വിധം ആശങ്കയിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം എത്ര കണ്ട് പ്രാധാന്യം ഈ സംഘടനയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഇതുണ്ടോ, അതിൻ്റെ എത്രയേറെ പ്രാധാന്യം നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുവോ അതേ രീതിയിലുള്ള കർത്തവ്യം ഈ സ്ഥാപനത്തെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വവും വളരെ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുന്നവരാണ് നാം ഓരോരുത്തരും. KEWF ജില്ലാ പ്രസിഡന്റ് മണി കുളങ്ങര അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം MC ആനന്ദൻ, KM റോയ്, ജോജി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ചെറുതുരുത്തിയിൽ ബൈക്കിലെത്തി വയോധികയുടെയും വീട്ടമ്മയുടെയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണമാലകൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി ചെറുതുരുത്തി പോലീസ്. ചെറുതുരുത്തി CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിലാണ് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസം CCTV ദൃശ്യത്തിൽ കണ്ട 2 പേരെ സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷമാണ് ബുധനാഴ്ച രാവിലെ വീടിന്റെ മുറ്റത്തുള്ള വെള്ളമെടുക്കുന്ന പൈപ്പിന്റെ ചുവട്ടിൽ മാലകൾ കൊണ്ടിട്ട നിലയിൽ കണ്ടെത്തിയത്. ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ സ്വർണ്ണമാലകളിൽ ഒരു മാലയിലെ കൊളുത്തും മറ്റൊരു മാലയിലെ താലിയും കാണാനില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു.
ചെറുതുരുത്തി CI ബോബി വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി സ്വർണം പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം തുടർ നടപടികളുടെ ഭാഗമായി കോടതിയിലേക്ക് അയച്ചു. അന്വേഷണം വീണ്ടും ഊർജിതമാക്കി. ചെറുതുരുത്തി പള്ളിക്കരയിൽ ഏപ്രിൽ 30-നാണ് തോറ്റപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണന്റെ ഭാര്യ 80 വയസ്സുകാരി ഉർവശിയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയും ഇവരുടെ പേരക്കുട്ടിയായ ദിനേശന്റെ ഭാര്യ 40 വയസ്സുകാരി രജിതയുടെ 4 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയും ബൈക്കിലെത്തിയ മോഷ്ടാക്കൾ കവർന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരളത്തിന്റെ തനതു കലയായ സോപാന സംഗീതത്തിന്റെ മഹോത്സവം സോപാന സംഗീത പരിക്രമം തൃശൂരിലെത്തി. പാറമേക്കാവ്, തിരുവമ്പാടി ക്ഷേത്രങ്ങളിൽ സംഘം സംഗീതാർച്ചന നടത്തി. 4 ദിവസങ്ങളിലായി കേരളത്തിലെ 10 പ്രമുഖ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചുകൊണ്ടുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം. ബഹ്റിനിലെ വാദ്യകലാ പരിശീലന കേന്ദ്രമായ ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘമാണ് സംഘാടകർ. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പ്രവാസികളായ 18 സോപാന ഗായകരാണ് സംഘത്തിലുള്ളത്. രാവിലെ 6-ന് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലായിരുന്നു തൃശൂരിലെ ആദ്യത്തെ സംഗീതാർച്ചന. തുടർന്ന് 8-ക്ക് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഗീതാർച്ചന നടത്തി. വൈകിട്ട് 5-ന് ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സംഗീതാർച്ചന അവതരിപ്പിക്കും. ഗുരുമേള കലാരത്നം സന്തോഷ് കൈലാസാണ് സോപാന സംഗീത പരിക്രമത്തിന് നേതൃത്വം നൽകുന്നത്. കേരളീയ വാദ്യകലകൾ പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ബഹ്റിനിലെ സോപാനം വാദ്യകലാ സംഘം സംഘടിപ്പിക്കുന്ന പ്രഥമ സോപാന സംഗീത പരിക്രമം, സോപാന സംഗീത അർച്ചനയുടെ ഭാഗമായിട്ട് തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സോപാന സംഗീതം അവതരിപ്പിക്കാൻ എത്തിയതാണ് ഞങ്ങൾ. 4 ദിവസത്തെ ഒരു പരിക്രമമാണിത്. ഇന്നലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തുടങ്ങി. രാവിലെ പാറമേക്കാവിൽ കഴിഞ്ഞു. ഇന്ന് വൈകിട്ട് ഗുരുവായൂർ സംഗീതാർച്ചനയുണ്ട്. മറ്റന്നാൾ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സമാപിക്കും. 4 ദിവസത്തിൽ 10ഓളം ക്ഷേത്രങ്ങളിലാണ് ഈ വർഷം ഞങ്ങൾ ഈ സോപാന സംഗീതാർച്ചന നടത്തുന്നത്. സ്ത്രീകളധികം കടന്നുവരാത്ത സോപാന സംഗീത രംഗത്തേക്ക് കടന്നുവരാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് സംഗീതാർച്ചനയിൽ പങ്കെടുത്ത സ്ത്രീകൾ പറഞ്ഞു. തീർച്ചയായും അഭിമാനം തോന്നുന്നു. കേരളീയ കലയായ സോപാന സംഗീതത്തെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ സോപാന സംഗീതം പഠിച്ചു തുടങ്ങിയത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവസരങ്ങൾ ഞങ്ങൾക്കും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അവസരങ്ങൾ വന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ കേരളത്തിലുള്ളത് കണ്ടിട്ടാണ് ഞങ്ങളും തുടങ്ങിയിട്ടുള്ളത്. മെയ് 8-ന് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച യാത്ര 11-ന് വൈകിട്ട് 6 മണിക്ക് തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംസ്കൃത ഭാരതി 44-ാം സംസ്ഥാന സമ്മേളനം മെയ് 11-12 തീയതികളിൽ പാലക്കാട്ട് നടക്കും. സംസ്കൃത ഭാഷയെ ജീവഭാഷയായി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എ സ്വാമിനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം എന്ന പേരിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി ദശദിന സംഭാഷണ ശിബിരങ്ങൾ കേരളത്തിൽ ഉടനീളം നടത്തി. സംസ്കൃത ഭാഷയെ ആർക്കും പ്രാപ്യമാവുന്ന രീതിയിലുള്ള പഠനത്തിനും പ്രചരണത്തിനുമാണ് സംസ്കൃത ഭാരതി ഊന്നൽ നൽകുന്നത്. സംസ്കൃത ഭാഷ പഠിക്കാനും പഠിപ്പിക്കാനുമായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ അവലോകനം, പദ്ധതി ആവിഷ്കരണം, ആദരിക്കൽ, ചർച്ച എന്നിവയുണ്ടാകും. 10 ദിവസങ്ങളിലൂടെ ദശദിന സംഭാഷണ ശിബിരം എന്ന രീതിയിൽ എല്ലായിടത്തും ക്ലാസുകൾ നടത്തി സാധാരണക്കാർക്ക് പോലും ഓഫീസുകളിൽ പ്രവർത്തിക്കുന്നവർ, കച്ചവടക്കാർ, വാഹനമോടിക്കുന്ന ഡ്രൈവർമാർ, എല്ലാവർക്കും ഈ സംസ്കൃത ഭാഷ സാധാരണയായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. ഒരു വ്യവഹാര ഭാഷയാണ് എന്ന് ഈ സംസ്കൃത ഭാരതിയുടെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. സംസ്ഥാന സമിതി അംഗം ഡോക്ടർ രാജകൃഷ്ണനും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസിക്ക് ദാരുണാന്ത്യം. കൊല്ലപ്പെട്ടത് അയ്യർപ്പാടി നെടുങ്കന്ത്ര കോളനിയിലെ 52 വയസ്സുള്ള രവി. തൃശൂർ പീച്ചി ഡാമിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അതിരപ്പിള്ളി വനത്തിൽ കാണാതായ ആദിവാസി വയോധികയ്ക്കായി തെരച്ചിൽ ഊർജിതം. കഞ്ചിക്കോട് ഉമ്മണിക്കുളത്ത് മനുഷ്യന്റേതെന്ന് സംശയിക്കുന്ന ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തി.
ഗതാഗത വകുപ്പ് പുറത്തിറക്കിയ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ പ്രതിഷേധ സമരം പാലക്കാട് ജില്ലയിൽ ശക്തം. പ്രതിഷേധത്തെ തുടർന്ന് വ്യാഴാഴ്ചയും ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ സംവിധാനത്തെ ഇല്ലാതാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആർക്കു വേണ്ടിയെന്ന് ഗതാഗത വകുപ്പ് വ്യക്തമാക്കണമെന്ന് സമരസമിതി. തൃശൂർ കോർപ്പറേഷൻ ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ പ്രവർത്തനം അശാസ്ത്രീയമെന്ന് പരാതി. ഈച്ചശല്യം മൂലം പൊറുതിമുട്ടി പ്രദേശവാസികൾ. കുരിയച്ചിറയിൽ മനുഷ്യച്ചങ്ങല തീർത്ത നാട്ടുകാരുടെ പ്രതിഷേധം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.